ഔദുബില്ലാഹിമിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കളുടെ വളർച്ചയിൽ മാതാവിനുള്ള സ്വാധീനം സങ്കല്പങ്ങൾക്കും അതീതമാകുന്നു. കുട്ടിയുടെ ജനനത്തിനു മുമ്പേ തന്നെ മാതാവിൻ്റെ സ്വാധീനം ആരംഭിക്കുന്നു. ജനനത്തിനു മുമ്പേ തന്നെ കുട്ടികളുടെ ശിക്ഷണത്തിനായുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നത് ഇസ്ലാമിൻ്റെ ഒരു സവിശേഷതയാകുന്നു. സദ്വൃത്തരായ സന്താനങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ജനനത്തിനു മുമ്പേ തന്നെ സന്താനങ്ങളെ ജനിപ്പിക്കുന്ന മാതാക്കളെക്കുറിച്ച് ചിന്തിക്കുകയും അവരെ തിരഞ്ഞെടുക്കുമ്പോൾ ദീനിബോധമുള്ളവളും ഉന്നത ധാർമ്മിക ഗുണങ്ങൾക്കുടമയായവളാണെന്നതും ഉറപ്പാക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ നഷ്ടത്തിലായിരിക്കും എന്ന കൽപ്പനയാണ് ഇസ്ലാം നൽകുന്നത്. ഈ ഒരു നിർദ്ദേശത്തിൽ വളരെ മനോഹരമായ ഒരു യുക്തിയുള്ളതായി കാണാവുന്നതാണ്. നല്ല ഭൂമിയും വളക്കൂറുള്ള മണ്ണും വിളവിനെ സ്വാധീനിക്കുന്നത് പോലെ മാതാവിൻ്റെ വംശീയ സ്വാധീനം കുട്ടികളുടെ സ്വഭാവങ്ങളിലും ധാർമ്മിക ഗുണങ്ങളിലും പ്രകൃതിദത്തമായ നിലയിൽ ഉണ്ടാകുന്നു. സദ്വൃത്തരായ മാതാക്കൾ സന്താനങ്ങളുടെ ജനനത്തിനു ശേഷം അവരുടെ ശിക്ഷണത്തിലും വളരെയധികം സ്വാധീനം ചെലുത്തുന്നു. പിതാവിനും മക്കളുടെ ശിക്ഷണത്തിൽ പങ്കുണ്ടെങ്കിലും മാതാവിനുള്ള അത്രയും വലിയ സ്വാധീനം മറ്റാർക്കുമില്ല. കുട്ടി വളരുന്നത് മാതാവിൻ്റെ മടിത്തട്ടിലാണ്. രാവും പകലും അവളോടൊപ്പം ചിലവഴിക്കുകയും അവളുടെ ഓരോ പ്രവൃത്തിയും വീക്ഷിക്കുകയും ചെയ്യുന്നു. തൻ്റെ ഓരോ ആവശ്യങ്ങളും മാതാവിനോടാണ് കുട്ടി ആവശ്യപ്പെടുന്നത്. ഓരോ കാര്യങ്ങളിലും അഭിപ്രായം ആരായുന്നതും മാതാവിനോട് തന്നെയാണ്. മാതാവിൻ്റെ സ്നേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കുന്നു. ശാസിക്കുമ്പോഴും മാതാവിനോട് ചേർന്നു തന്നെയായിരിക്കും നിൽക്കുക. ചുരുക്കത്തിൽ മാതാവിൻ്റെ അസ്തിത്വത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാക്കളുടെ പാദങ്ങൾക്കടിയിലാണ് സ്വർഗം എന്ന് പഠിപ്പിച്ചത്. അതായത് മാതാവ് പുണ്യവതിയാണെങ്കിൽ അവളുടെ സാമീപ്യം മക്കളെ നേരിട്ട് സ്വർഗത്തിലേക്ക് എത്തിക്കും. ഇന്നു നാം സന്താനങ്ങളുടെ ശിക്ഷണവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ഉന്നത ധാർമ്മിക ഗുണങ്ങൾക്കുടമയാക്കുന്നവരും സ്വർഗാവകാശികളായിത്തീരുന്നതിനും എന്തെല്ലാം കാര്യങ്ങളിലാണ് ശ്രദ്ധ തിരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം അത്തിയത്തുൽ ബാരി സാഹിബ, അത്തിയത്തുൽ ഹൈ സാഹിബ എന്നിവരും പങ്കുചേരുന്നു. ഇരുവരെയും സ്വാഗതം ചെയ്യുന്നു. പാപം ചെയ്ത ശേഷം അതിനു പരിഹാരം കണ്ടെത്തുന്നതിനേക്കാൾ പാപം അഥവാ തിന്മ എങ്ങനെ ചെയ്യാതിരിക്കാം, എങ്ങനെ അതിൽ നിന്ന് വിട്ടുനിൽക്കാം എന്നതിനെക്കുറിച്ചാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വസ്ത്രം അഴുക്കായ ശേഷം കഴുകുന്നതിനേക്കാൾ അത് അഴുക്കാകാതെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. അത്തിയത്തുൽ ബാരി സാഹിബ, പാപങ്ങൾ അഥവാ തിന്മകൾ എങ്ങനെയാണ് ഉത്ഭവിക്കുന്നത്? അവ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന് വിശദമാക്കാമോ? ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു ഇത് സംബന്ധമായി മിൻഹാജു താലിബീൻ എന്ന ഗ്രന്ഥത്തിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ തന്നെ അവരുടെ മാതാപിതാക്കളുടെ മനസ്സിലുള്ള ചിന്തകൾ, ആ ചിന്തകളുടെ സ്വാധീനമാണ് ആദ്യമായിട്ട് മനുഷ്യരിൽ ഒരു തിന്മയുടെ വിത്ത് രൂപപ്പെടുന്നത്. ഹുസൂർ പറയുന്നു, കുട്ടികളുടെ ജനനത്തിന് മുമ്പേ തന്നെ മാതാപിതാക്കളുടെ ഹൃദയങ്ങളിൽ കുടികൊള്ളുന്ന ചിന്തകളുടെ സ്വാധീനമാണ് മനുഷ്യൻ്റെ ഉള്ളിൽ പാപങ്ങൾ രൂപം കൊള്ളുന്നതിനുള്ള ആദ്യ കവാടം. ആ കവാടങ്ങളെ അടയ്ക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനാൽ തങ്ങളുടെ സന്താനങ്ങൾക്ക് മേൽ കാരുണ്യം കാണിച്ചുകൊണ്ട് മനുഷ്യൻ തങ്ങളുടെ ചിന്തകളെ ആദ്യം ശുദ്ധമാക്കുക. ഇനി അടുത്തത് കുട്ടികളുടെ ജനനം നോക്കുകയാണെങ്കിലും ഒരു കുഞ്ഞ് ജനിച്ച അന്ന് മുതലേ തന്നെ അതിൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളും അത് ഒരു സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ പാരൻസ് പറയാറ്, അവൻ ചെറിയ കുഞ്ഞ് വാവയല്ലേ, അതല്ലെങ്കിൽ 1-2 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഒന്നും മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല എന്നാണ്. നമുക്കറിയാം, മുതിർന്നവരിൽ കാണുന്ന പല ദുസ്വഭാവങ്ങളും, അതായത് ഉദാഹരണമായിട്ട് അമിതമായി കോപിക്കുന്ന സ്വഭാവം, അതല്ലെങ്കിൽ അത്യാഗ്രഹം, ഇതിൻ്റെയൊക്കെ റൂട്ട് കോസ് കുട്ടിക്കാലത്ത് തന്നെയാണ് രൂപപ്പെടുന്നത്. ആ ചെറുപ്പകാലത്തിൽ കിട്ടേണ്ടതായിട്ടുള്ള ഒരു നേരായ മോറൽ ട്രെയിനിങ് കിട്ടാത്തതിനാലാണ് പിന്നീടത് തിന്മയായിട്ട് രൂപപ്പെടുന്നത്. തിന്മകൾ ഉണ്ടാകാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ചില ബിഹേവിയേഴ്സ്, ചില ശീലങ്ങൾ, കുടുംബപരമായിട്ട് കിട്ടുന്ന ചില കുറവുകൾ. ഉദാഹരണമായിട്ട് കുടുംബപരമായിട്ട് തന്നെ ധൈര്യം കുറഞ്ഞ ചില ആളുകളുണ്ട്. അതായത് അനിവാര്യമായ ഘട്ടങ്ങളിൽ പോലും ധൈര്യം കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ.
ഇങ്ങനത്തെ ചില ഹെറിഡിറ്ററി ട്രയറ്റ്സ് അല്ലെങ്കിൽ ഫാമിലി ഹാബിറ്റ്സ് ഒക്കെ നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്നവയുണ്ട്. അപ്പോൾ ഇതുപോലെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന തിന്മകൾ, അതല്ലെങ്കിൽ മാതാപിതാക്കളുടെ ചിന്തകളിൽ നിന്ന് കിട്ടിയേക്കാവുന്ന തിന്മകളിൽ നിന്നൊക്കെ സുരക്ഷിതരായിരിക്കാൻ ഇസ്ലാം ഒരു പരിഹാരമാർഗം പറയുന്നുണ്ട്. അതായത് സ്ത്രീയും പുരുഷനും അവരുടെ സന്താനങ്ങളെ ആഗ്രഹിക്കുന്ന ആ അവസരത്തിൽ ഈ ഒരു ദുവ ചൊല്ലാൻ: ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ഷെയ്ത്വാന വ ജന്നിബി ഷെയ്ത്വാന മാ റസഖ്തന. അള്ളാഹുവിൻ്റെ നാമത്തിൽ, അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് പിശാചിനെ അകറ്റണമേ, ഞങ്ങൾക്ക് നീ നൽകുന്ന സന്താനങ്ങളിൽ നിന്നും പിശാചിനെ അകറ്റണമേ. ആക്ച്വലി ഇതൊരു മന്ത്രവാക്യമൊന്നുമല്ല, അറബിയിൽ തന്നെ ചൊല്ലണമൊന്നുമില്ല. അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ സ്വന്തം മാതൃഭാഷയിൽ തന്നെ അള്ളാഹുവെ ഞങ്ങളെ തിന്മ ഒരു മോശം കാര്യമാണെന്നും അതുകൊണ്ട് തന്നെ അള്ളാഹുവെ ഞങ്ങളെ ഈ തിന്മയിൽ നിന്ന് സംരക്ഷിക്കണമേ, ഞങ്ങളുടെ സന്താനങ്ങളെയും അതിൽ നിന്ന് സംരക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അപ്പോൾ അന്നേരത്തെ ഈ ദുആ അതല്ലെങ്കിൽ ഈ ചിന്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഈ ദുആയിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾ ശൈത്താൻ്റെ സ്വാധീനത്തിൽ നിന്ന് സുരക്ഷിതരായിരിക്കുമെന്നാണ്. ഇത് സംബന്ധമായി ഹസ്രത്ത് അക്തസ് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു അൻഹു പറയുന്നു, പിതാവിൻ്റെ ഏകദേശം 1 വർഷമായുള്ള ചിന്തകളുടെ സ്വാധീനം രേതസ്കരണത്തിലുണ്ടാകുന്നു. പിന്നീട് അത് മാതാവിൻ്റെ വയറ്റിലേക്ക് പോകുന്നു. അപ്പോൾ മാതാവിൻ്റെയും അവരുടെ വീട്ടിൽ വന്നു പോകുന്നവരുടെയും സ്വാധീനവും ഉണ്ടാകുന്നു. പിന്നീട് സഹവാസികളുടെയും ദുആ ചെയ്യുന്നവരുടെയും അമുസ്ലിങ്ങളുടെയും സ്വാധീനവും ഉണ്ടാകുന്നു. 18 വയസ്സാകുന്നതുവരെ ഇത് തുടരുന്നു. കുട്ടികളിലും അതിൻ്റെ സ്വാധീനം ഉണ്ടാകുന്നു. ഈ നിലയിലും സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് ഇക്കാര്യം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നിക്കാഹ് വേളകളിൽ പൊതുവെ പാരായണം ചെയ്യപ്പെടുന്ന ഖുർആൻ വചനങ്ങളിൽ തഖ്വ അഥവാ ഭയഭക്തിക്ക് വളരെയധികം ഊന്നൽ നൽകിയിരിക്കുന്നത്. ഭയഭക്തിയുടെ ഫലമായിട്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഭയഭക്തരായ സന്താനങ്ങൾ ലഭ്യമാകുന്നത്. അത്തിയത്തുൽ ഹൈ സാഹിബ, കുട്ടികളുടെ ശിക്ഷണം എപ്പോൾ മുതലാണ് ആരംഭിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് കുട്ടികളുടെ ശിക്ഷണം കുട്ടിക്കാലത്ത് തന്നെ ആരംഭിക്കണമെന്നാണ്. നമ്മൾ കുട്ടികൾ ജനിച്ച ഉടൻ തന്നെ കുട്ടികളുടെ ചെവികളിൽ ബാങ്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നത്, കുട്ടികളുടെ ചെവികളിൽ ബാങ്ക് കൊടുക്കുന്നത് ഒരു മന്ത്രമെന്ന നിലയിലല്ല, മറിച്ച് കുട്ടികൾ ജനിച്ച ഉടൻ തന്നെ കുട്ടികളുടെ ശിക്ഷണം ആരംഭിച്ചതായി മാതാപിതാക്കളെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇതിലൂടെ ചെയ്തിട്ടുള്ളത്. ബാങ്ക് മാത്രമല്ല, ചെറുപ്പം മുതലേ തന്നെ മര്യാദകൾ പഠിപ്പിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ മഹാത്മാവ് തന്നെ കുട്ടികൾക്ക് മര്യാദകൾ പഠിപ്പിച്ചതായിട്ട് നമുക്ക് ഹദീസുകളിൽ കാണാം. ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു ചെറുതായിരുന്നപ്പോൾ ഒരിക്കൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൽബി യമീനിക വ കുല്ലി മിമ്മ യലീക, അതായത് വലതുകൈ കൊണ്ട് കഴിക്കുക, നിൻ്റെ മുന്നിൽ നിന്ന് കഴിക്കുക. ഈ സമയത്ത് ഇമാം ഹസൻ റളിയല്ലാഹുവിന് ഏകദേശം 2.5 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ നമുക്ക് വേറൊരു ഹദീസിൽ കാണാം, ഇമാം ഹസൻ റളിയല്ലാഹുവിന് ചെറുതായിരുന്നപ്പോൾ ഒരിക്കൽ സദഖയായിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്ന ഈത്തപ്പഴങ്ങളിൽ നിന്ന് ഒന്നെടുത്ത് വായിലിട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിരൽ കൊണ്ട് അത് പുറത്തെടുത്തു. ഇതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, കഠിനാധ്വാനം കൊണ്ട് ജീവിക്കണമെന്നും മറ്റുള്ളവർക്ക് ഭാരമാകരുത് എന്നുമായിരുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ, ഏതൊരു വ്യക്തിക്കും ചെറുപ്പത്തിൽ ലഭിക്കുന്ന ശിക്ഷണമാണ് അയാൾ ഭാവിയിൽ എന്തായിത്തീരുമെന്ന് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഓരോ കുട്ടിയും ജനിക്കുന്നത് പ്രകൃതിദത്തമായ സ്വഭാവത്താലാണ്, എന്നാൽ മാതാപിതാക്കളാണ് അവരെ യഹൂദിയോ നസ്രാണിയോ മജൂസിയോ ആക്കി മാറ്റുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മാതാപിതാക്കളുടെ വാക്കുകൾ കേട്ടുകൊണ്ടും അവരുടെ പ്രവൃത്തികൾ അനുകരിച്ചും കുട്ടികൾ മാതാപിതാക്കളെ പോലെ ആയിത്തീരുന്നു എന്നാണ്. അത്യത്തുൽ ബാരി സാഹിബ, എല്ലാ രീതിയിലും സഫലമായ ജീവിതം കൈവരിക്കുന്നവരായി തീരുന്നതിനായി ശിക്ഷണത്തിൻ്റെ ഏതു രീതിയാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഈ ഒരു ലക്ഷ്യം കരസ്ഥമാക്കാൻ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു കുട്ടികളിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കേണ്ട പല ഹാബിറ്റ്സും മൂല്യങ്ങളെയും പറ്റി നമുക്ക് വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾ ജനിച്ച ഉടനെ നമ്മൾ അവരെ ചെവിയിൽ ഓതിക്കൊടുക്കുന്ന ബാങ്കാണ്. രണ്ടാമത്തേത് ഒരു കുഞ്ഞ് ജനിച്ച മുതലേ തന്നെ അവരെ വൃത്തിയായി വെക്കുക എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു കുഞ്ഞ് മൂത്രമൊഴിക്കുകയോ പോട്ടി ചെയ്യുകയോ ചെയ്താൽ ഉടനെ തന്നെ ക്ലീൻ ആക്കണം.
അപ്പോൾ ഈ ഒരു ശാരീരിക ശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ മനസ്സും ചിന്തകളും അതുപോലെ തന്നെ ക്ലീൻ ആയിരിക്കുകയുള്ളൂ. ഇനി കുഞ്ഞുങ്ങൾ പാല് കൊടുക്കുന്ന കാര്യം നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ മാതാക്കൾക്ക് പറ്റാറുള്ള ഒരു മിസ്റ്റേക്കാണ്, കുട്ടികൾ കരയുമ്പോഴൊക്കെ പാല് കൊടുക്കും, അതല്ലെങ്കിൽ വിശന്ന് കരഞ്ഞാൽ മാത്രമേ പാല് കൊടുക്കുള്ളൂ. അതിന് പകരം കൃത്യമായ ഒരു ഫിക്സഡ് ടൈം ഇൻ്റർവെൽ വെച്ചുകൊണ്ട് ഫീഡ് ചെയ്യിക്കണം. അതുപോലെ അവർ മുതിർന്ന് ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചാലും എല്ലാ ദിവസവും കൃത്യമായ സമയത്ത് തന്നെ ഭക്ഷണം കൊടുക്കണം. ഈ ഒരു റുട്ടീൻ ശീലിക്കുകയാണെങ്കിൽ കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെടുമെന്ന് മാത്രമല്ല, അവർക്ക് പല നല്ല സ്വഭാവ ഗുണങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഒന്നാമതായി അവർക്ക് കൃത്യനിഷ്ഠത ഉണ്ടാകും, അവരിൽ സെൽഫ് കൺട്രോൾ വരും. ഇനി ഫാമിലിയായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവരിൽ സഹകരണശീലം ഉണ്ടാകും, അതുപോലെ മിതത്വം പാലിക്കുന്നവരായി തീരും അവർ. ഇനി നമ്മൾ കുട്ടികൾക്ക് എല്ലാ വെറൈറ്റി ഫുഡും കൊടുക്കണം. അതായത് ഓരോ തരം ഭക്ഷണവും ഓരോ തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, മാംസാഹാരങ്ങൾ ഇവയൊക്കെ ഉൾപ്പെടുത്തണം. മറ്റൊന്നാണ്, ഓരോ കുട്ടിക്കും അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള അളവിൽ വേണം, അവർക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ വേണം നമ്മൾ ഭക്ഷണം നൽകാൻ. അപ്പോൾ നിശ്ചിത സമയത്തും കൃത്യമായ അളവിലും നമ്മൾ ഭക്ഷണം കൊടുക്കാൻ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികളിൽ സംതൃപ്തി ഉണ്ടാകും, ഭക്ഷണം വേസ്റ്റ് ആവാനുള്ള ചാൻസ് കുറയും. അതുമാത്രമല്ല, അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ശീലം ഉണ്ടാവില്ല. ഇനി വീട്ടിലെ ഭക്ഷണ സാധനങ്ങൾ ഇടയിൽ കാണുകയാണെങ്കിൽ കുട്ടികളത് വേണമെന്ന് പറയുകയാണെങ്കിൽ ഫുഡ് ടൈം ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാമെന്ന് അവരോട് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും സാധനങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്നത് ഒരു സൊല്യൂഷനല്ല. അതിലൂടെ അവരും അവരുടെ സാധനങ്ങൾ ഒളിപ്പിച്ച് വെക്കാൻ തുടങ്ങും, പിന്നീട് അതൊരു കളവിലേക്ക് നയിക്കും. അതിനു പകരം സത്യസന്ധമായി തുറന്ന് പറഞ്ഞുകൊണ്ട് പതിയെ അവരിൽ ആ കാത്തിരിക്കാനുള്ളൊരു ശീലം വളർത്തിയെടുക്കുക. ഇതേപോലൊരു സെയിം സിറ്റുവേഷനാണ് നമ്മൾ പലപ്പോഴും കടകളിലൊക്കെ പോകുമ്പോൾ കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ തന്നെ വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നൊരു അവസ്ഥ. ആ സമയത്ത് കാണുന്നതൊക്കെ വാങ്ങിക്കൊടുക്കാതെ പതിയെ അവരിൽ സെൽഫ് കൺട്രോൾ ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെ ശീലിക്കുകയാണെങ്കിൽ ആ കുട്ടികളിൽ അത്യാഗ്രഹം പോലുള്ള ദുസ്വഭാവങ്ങൾ മുതിർന്നു വരുമ്പോൾ ഉണ്ടാവില്ല. ഇനി കുട്ടികൾക്ക് അസുഖം വരുമ്പോൾ ചില ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ പാടില്ലാത്തതുണ്ടെങ്കിൽ പാരൻസ് അത് വീട്ടിൽ കൊണ്ടുവരാതിരിക്കുക, അവർ കഴിക്കാതിരിക്കുകയും വേണം. നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കാത്തതിനാൽ ഞങ്ങളും അത് കഴിക്കുന്നില്ല എന്ന് അവരോട് പറയുകയും വേണം. അപ്പോൾ ചെറുപ്പത്തിലേ തന്നെ ഈ ഒരു മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന ഈ ഒരു എക്സാമ്പിൾ അവർ പ്രാക്ടിക്കലി കാണുകയാണ്. അതിലൂടെ കുട്ടികളും സ്വയം ആ ഒരു ത്യാഗമനോഭാവം ഉള്ളവരായിട്ട് വളരും. ഇനി ക്രോണിക് ഡിസീസസ് പോലെ അധികകാലം നീണ്ടു നിൽക്കുന്ന രോഗങ്ങളാണെങ്കിൽ ആ സമയത്ത് കുട്ടികൾ കൂടുതൽ ഇറിറ്റബിൾ ആവാൻ ചാൻസ് ഉണ്ട്. അവരിൽ പേടി, ദേഷ്യം, സ്വാർത്ഥത എന്നീ ദുസ്വഭാവങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് വേണ്ട വിധത്തിലുള്ള കെയറും ട്രീറ്റ്മെൻറ്റും നമ്മൾ പ്രത്യേകം കൊടുക്കേണ്ടതാണ്. ചെറുപ്പം മുതലേ ശീലിപ്പിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഹാബിറ്റാണ് ബവൽ ഹാബിറ്റ്സ് എന്നുള്ളത്. അതായത് എല്ലാ ദിവസവും രാവിലെ കൃത്യസമയത്ത് തന്നെ ടോയ്ലറ്റിൽ പോകാനുള്ള ശീലം ഉണ്ടാക്കിയെടുക്കുക. ഇതിലൂടെ അവരുടെ ആരോഗ്യം നന്നാവും, അതിലുപരി അവരുടെ എല്ലാ ബോഡി ഓർഗൻസിനും ഓട്ടോമാറ്റിക്കലി ഒരു സമയക്രമം വരുന്നതായിട്ട് കാണാം. ഇതുപോലെ നാച്ചുറൽ ഫങ്ഷൻസൊക്കെ കൃത്യമായി ചെയ്യുന്ന കുട്ടികളിൽ നമസ്കാരം, നോമ്പ് എന്നീ ഹാബിറ്റ്സൊക്കെ അവർ വേഗത്തിൽ തന്നെ ശീലിക്കുന്നതായിട്ട് കാണാം. ഇനി കുട്ടികൾ കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ചെറിയ ജോലികൾ, ചെറിയ ടാസ്കുകൾ കളി രൂപേണ ചെയ്യിക്കണം അവരെ കൊണ്ട്. ഉദാഹരണത്തിന് ഭക്ഷണം കഴിച്ച പാത്രം കൊണ്ടുവെക്കാൻ, അതല്ലെങ്കിൽ സാധനങ്ങൾ ഇന്ന സ്ഥലത്ത് വെക്കാൻ, അവരുടെ ഷൂ സ്വന്തം ധരിക്കാൻ. ഇതൊക്കെ പൊതുവേ നമ്മൾ കാണാറുണ്ട്. ചെറിയ കുട്ടികൾ പ്രത്യേകിച്ചും വളരെ ഉത്സാഹത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന ജോലികളൊക്കെ അനുകരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ചെറുപ്പത്തിലേ ഇതിങ്ങനെ ശീലിപ്പിക്കുകയാണെങ്കിൽ അവരിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാവും. അങ്ങനെ പതിയെ മുതിർന്നു വരുമ്പോഴും ഉത്തരവാദിത്വ ബോധവും സ്വയം പര്യാപ്തരുമായ ഒരു നല്ല തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. അത്യാസാഹിബ് പറഞ്ഞതുപോലെ കുട്ടികൾ അനുകരണശീലമുള്ളവരാണ്. മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നോ അതാണ് കുട്ടികളുടെയും ശരിയെന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവരുടെ മുന്നിൽ വെച്ചിട്ട് മോശമായിട്ട് സംസാരിക്കുക, അഹങ്കാരം കാണിക്കുക, ദേഷ്യപ്പെടുക, കളവ് പറയുക, ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുട്ടികളും തീർച്ചയായിട്ടും അതൊക്കെ കണ്ടുപഠിക്കുന്നതാണ്. ഉദാഹരണമായിട്ട് നമ്മൾ അവരുടെ മുന്നിൽ വെച്ചിട്ട് ഒരു കാര്യം ചെയ്യുകയും കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഒരു കാര്യം ചെയ്യുകയും നമ്മൾ ഹസ്ബൻഡിനോട് മറ്റൊന്ന് പറയുകയും ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ മനസ്സിലാക്കുക കളവ് പറയുന്നത് ഒരു തെറ്റല്ല എന്നായിരിക്കും. അങ്ങനെ കുട്ടികളും കളവ് പറയാൻ തുടങ്ങുന്നതാണ്.
അതുപോലെ തന്നെ ഒരു കാര്യമാണ് കുട്ടികളോട് നമ്മൾ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി പെരുമാറണം. എന്നിരുന്നാലും അമിതമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കാനും പാടില്ല. അമിതമായിട്ട് ഉമ്മ വെക്കുക, ലാളിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുട്ടികളിൽ പലതരത്തിലുള്ള ദുശ്ശീലങ്ങൾ ഉണ്ടാവുകയും ഇങ്ങനെ വളരുന്ന കുട്ടി സമൂഹത്തിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും തന്നെ പരിഗണിക്കണമെന്ന് ചിന്തിക്കുകയും ഇത് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾ വാശി പിടിക്കുന്ന സ്വഭാവക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുട്ടികൾ വാശി പിടിക്കുന്നതിനുള്ള സാഹചര്യം ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എങ്ങാനും അവർ വാശി പിടിക്കുകയാണെങ്കിൽ തന്നെ ആദ്യം നമ്മൾ അവരുടെ ശ്രദ്ധ മാറ്റുകയും എന്നിട്ട് അവർ വാശി പിടിച്ചതിനുള്ള കാരണം കണ്ടെത്തി അതിന് പരിഹാരം കണ്ടെത്തി കൊടുക്കണം. അടുത്തതായിട്ട് ഹുസൂർ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം കുട്ടികളുടെ കൂട്ടുകാരെ കണ്ടെത്തുന്നതിനെ പറ്റിയിട്ടാണ്. സാധാരണ കുട്ടികൾ അവരുടെ ഫ്രണ്ട്സിനെ സ്വയമായിട്ട് കണ്ടെത്തുകയാണ് ചെയ്യാറ്. പക്ഷേ നമ്മൾ മാതാപിതാക്കൾ അവരെ ഒറ്റയ്ക്ക് വിടാതെ നല്ല കൂട്ടുകാരെ കണ്ടെത്തി കൊടുക്കുക. അതുപോലെ നല്ല കൂട്ടുകെട്ടിനെ പറ്റിയിട്ടും ചീത്ത കൂട്ടുകെട്ടിനെ പറ്റിയിട്ടും അവർക്ക് അവബോധം ഉണ്ടാക്കി കൊടുക്കുന്നതും നല്ലതായിരിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ പൊതുവായിട്ടുള്ള കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും അതെല്ലാവരുടേതാണെന്നും എല്ലാവരും ഒരുമിച്ചിരുന്ന് കളിക്കണമെന്നും ആരും നശിപ്പിക്കരുതെന്നും പറഞ്ഞു കൊടുക്കുക. അതുപോലെ കുട്ടികൾ കഥകൾ കേൾക്കാൻ താല്പര്യമുള്ളവരാണ്. അപ്പോൾ അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അവർക്ക് പേടിപ്പെടുത്തുന്ന കഥകൾ പറഞ്ഞു കൊടുക്കാതെ അവരെ ധൈര്യവാന്മാരാക്കുന്ന കഥകൾ പറഞ്ഞു കൊടുക്കണം. പേടിപ്പെടുത്തുന്ന കഥകൾ തീർച്ചയായിട്ടും അവരെ ഭീരുക്കളാക്കുന്നതായിരിക്കും. ഇതുപോലെ ഹുസൂർ പറയുന്ന മറ്റൊരു കാര്യം കുട്ടികളിൽ മിതവ്യയം, ദാനശീലം, ബന്ധുക്കളെ സഹായിക്കാനുള്ള മനോഭാവം ഇവയെല്ലാം വളർത്താൻ വേണ്ടി കുട്ടികളുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ്. അതായത് കുട്ടികളുടെ കയ്യിൽ കുറച്ച് തുകയുണ്ടെങ്കിൽ അതിൽ ഒരു ഭാഗം കൊണ്ട് എന്തെങ്കിലും വാങ്ങി കൂട്ടുകാരെ സഹായിക്കാനും മറ്റൊരു ഭാഗം കൊണ്ട് കളിപ്പാട്ടങ്ങൾ വാങ്ങാനും മറ്റൊരു ഭാഗം കൊണ്ട് ദാനം ചെയ്യാനും ശീലിപ്പിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ കുട്ടികളെ ലഹരി വസ്തുക്കളിൽ നിന്ന് സംരക്ഷിക്കേണ്ടതാണ്. നമുക്കറിയാവുന്നതുപോലെ ലഹരി വസ്തുക്കൾ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്നതും അത് പലതരത്തിലുള്ള ദുസ്വഭാവങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കുട്ടികളെ നമ്മൾ വ്യായാമത്തിലും കഠിനാധ്വാനികളാക്കി വളർത്തുന്നതിലും ശ്രദ്ധിക്കണം. ഇത് നമുക്കറിയാവുന്നതുപോലെ ശാരീരികമായ വളർച്ചയ്ക്ക് മാത്രമല്ല ആത്മീയമായ വളർച്ചയ്ക്കും വളരെയധികം സഹായകരമാവും. സന്താന ശിക്ഷണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനമായ കാര്യങ്ങളിലേക്കാണ് താങ്കൾ ഇരുവരും ശ്രദ്ധ പതിപ്പിച്ചത്. ജസാക്കുമുല്ലാഹു തആല വാസനുൽ ജസാ. കുട്ടികൾ നല്ലവരാണെന്ന ബോധം അവരിൽ ഉണ്ടാക്കേണ്ടതാണെന്ന് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ ചീത്ത പറയരുതെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ചീത്ത പറയുമ്പോൾ മലക്കുകൾ അങ്ങനെ തന്നെ ആയിത്തീരട്ടെ എന്ന് പറയുകയും അവർ അങ്ങനെ തന്നെ ആയിത്തീരുകയും ചെയ്യുന്നു. മലക്കുകൾ കർമ്മങ്ങളുടെ പരിണിത ഫലം ഉണ്ടാക്കിയെടുക്കുന്നു എന്നതാണ് അതിൻ്റെ വിവക്ഷ. കുട്ടിയെ മോശക്കാരനെന്ന് പറയുമ്പോൾ അവൻ സ്വയം താൻ മോശക്കാരനാണെന്ന് ഉറപ്പിക്കുകയും പിന്നീട് അത്തരക്കാരനായി മാറുകയും ചെയ്യുന്നു. അതിനാൽ അവരെ ചീത്ത പറയാതെ പ്രശംസിക്കുകയും നല്ല മര്യാദകൾ പഠിപ്പിക്കുകയും വേണം. അത്യത്തുൽ ഹൈ സാഹിബ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മക്കളുടെ ശിക്ഷണം ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണല്ലോ. മാതാപിതാക്കൾ ഞങ്ങളുടെ യുവതലമുറക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഞങ്ങളെ അനുസരിക്കുന്നില്ല എന്നും പറയുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? എൻ്റെ അഭിപ്രായത്തിൽ ഒരു അഹ്മദി മാതാവിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ മക്കളുടെ ശരിയായ ശിക്ഷണം എന്ന് പറയുന്നത് ഒട്ടും പ്രയാസകരമായിട്ടുള്ള ഒന്നല്ല. കാരണം ഇസ്ലാമിക അധ്യാപനങ്ങളെക്കുറിച്ച് നല്ല അറിവുള്ള ഒരു അഹ്മദി മാതാവിന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പരിശുദ്ധമായ ജീവിതവും വിശുദ്ധ ഖുർആൻ എന്ന മഹത്തായ ഗ്രന്ഥവും മുന്നിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഖിലാഫത്ത് എന്ന അനുഗ്രഹമുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ ഇമാമിനെ തിരിച്ചറിയാനും അദ്ദേഹത്തിൽ വിശ്വസിക്കാനും അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് ശിക്ഷണം ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ ഹുസൂറിൻ്റെ ശ്രദ്ധയും ഉപദേശങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അഹ്മദി മാതാവിനെ എങ്ങനെയാണ് തങ്ങളുടെ മക്കളുടെ ശിക്ഷണ കാര്യത്തിൽ തെറ്റുപറ്റുക? നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കുട്ടികളോട് വളരെയധികം സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയിട്ടാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ആ മഹാത്മാവ് കുട്ടികളെ ഉപദേശിച്ച കാര്യമാണ് നിങ്ങളുടെ സ്വർഗമെന്ന് പറയുന്നത് മാതാക്കളുടെ പാദങ്ങൾക്കടിയിലാണ്. ഇതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മാതാക്കൾ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയും തങ്ങളുടെ മക്കളെ നന്നായി വളർത്തുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ തീർച്ചയായിട്ടും സ്വർഗത്തിന് അർഹരാകുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കും നമ്മുടെ മക്കൾക്കും അള്ളാഹുവിൻ്റെ മുന്നിൽ വിജയികളാകാൻ സാധിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിൽ
അള്ളാഹു ഇപ്രകാരം സുവാർത്ത നൽകുന്നു: ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങൾക്ക് കൺകുളിർമ നൽകുകയും ദൈവഭക്തർക്ക് ഞങ്ങളെ മാതൃകയാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ് റഹ്മാൻ്റെ ദാസന്മാർ. അവിടെ അവർക്ക് അഭിവാദ്യങ്ങളും സമാധാനത്തിൻ്റെ സന്ദേശങ്ങളും ലഭിക്കും. അവരവിടെ ശാശ്വതമായി വസിക്കും. താൽക്കാലികമായ താമസ സ്ഥലമായും സ്ഥിരമായ ഇടമായും അത് എത്രയോ ഉത്തമമാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതായത് 2003 UK ജൽസ സാലാനയിൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് ഹാമിദ് സയ്യിദുല്ലാഹു തആല സ്ത്രീകളോടുള്ള പ്രഭാഷണത്തിനിടയിൽ പറഞ്ഞ കാര്യമാണ്: കൃത്യമായിട്ട് നമസ്കരിക്കുകയും ജമാഅത്തി സംവിധാനത്തോട് കൂറ് പുലർത്തുകയും എല്ലാ ജമാഅത്തി മീറ്റിങ്ങുകളിലും തർബിയത്തി പരിപാടികളിലും നമ്മുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മൾ പങ്കെടുക്കുകയും എല്ലാത്തിനും ഉപരിയായി നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ഉമ്മമാരുടെ മക്കൾ ദീനീ താല്പര്യമുള്ളവരും മാതാപിതാക്കളെ അനുസരിക്കുന്നവരുമായിരിക്കും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മക്കൾക്ക് മാതൃകയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ശ്രോതാക്കളെ, ഓരോ ഉമ്മയും വളരെയധികം പ്രാർത്ഥനയോടും സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുഗുണമായ നിലയിൽ തങ്ങളുടെ കുട്ടികളെ വളർത്തേണ്ടത് ഇന്നത്തെ കാലത്ത് ആവശ്യമാണ്. ഭയഭക്തിയുടെ പാതയിലൂടെ സഞ്ചരിച്ച് തങ്ങളുടെ ജീവിതം മികച്ച മാതൃകയായി ഉയർത്തിക്കാട്ടിയാൽ ഈ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിറവേറ്റാൻ അവർക്ക് സാധിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാ, അള്ളാഹു നമുക്ക് നമ്മുടെ മക്കളെ ശരിയായ രീതിയിൽ ശിക്ഷണം നൽകുന്നതിനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഈ ചർച്ചയിൽ പങ്കെടുത്ത അത്തിയത്തുൽ ബാരി സാഹിബ, അത്തിയത്തുൽ ഹൈ സാഹിബ എന്നിവർക്കും നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.